ദയ. കഥ എഴുതിയത് രമ പിഷാരടി. ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ എടുത്ത് അവയെ ഒരു വെങ്കലപാത്രമാക്കുന്നു. വൃത്താകൃതിയിലുള്ള ജലധാരയും അതിൻ്റെ മധ്യത്തിൽ മനോഹരമായ ഒരു പ്രതിമയും തകർന്ന ഹൃദയമുള്ള ഒരു ഗാനവും. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങളത് മനസ്സിലായി എന്ന് പറയും, ചിലപ്പോൾ ഇല്ലെന്നും. രണ്ട് വിധമായാലും അതൊരു പ്രശ്നമേയല്ല. ഞാൻ സ്വപ്നം കാണുന്നത് തുടരുന്നു. ദയ എന്ന പെൺകുട്ടി ഡയറിയിൽ എഴുതിക്കൊണ്ടിരുന്നു. പെൺകുട്ടി എഴുതുന്നത് അവർ സാഗൂതം നോക്കി. 3 ദേശങ്ങളിൽ നിന്നാണ് അവർ വന്നത്, യുഗങ്ങളുടെ പ്രതിനിധികൾ. അവരുടെ സംഗമസ്ഥാനങ്ങൾ എപ്പോഴും വിശുദ്ധ വനങ്ങളായിരുന്നു. പണ്ട് മുന്നോട്ട് നടന്നപ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കാഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയ ആചാര്യനെ കബളിപ്പിച്ച ഒരു മുഖം. ശാപം മൂലം ജരാനരകൾ നീക്കുവാൻ വസുകിയെ കടക്കോലാക്കി സമുദ്രം കടഞ്ഞപ്പോൾ കാളകൂടത്തിനിടയിലൂടെ അമൃതുമായി വന്നൊരാൾ. ത്രിവേണിയിൽ കാൽപാദങ്ങൾക്കിടയിൽ മറഞ്ഞൊഴുകുന്ന നദിയുടെ പേരുള്ളവൾ. 3 പേർ. ജലഗണങ്ങളുടെ തണുപ്പ്, ബാഷ്പീകൃതമാകാത്ത സ്വർണ്ണ ചെമ്പകങ്ങളുടെ സുഗന്ധം നിറഞ്ഞ കൈകളാൽ സരസ്വതിയെ ആശ്ലേഷിച്ച് ലക്ഷ്മി പറഞ്ഞു, നമ്മുടെ കുട്ടി ഇപ്പോൾ ലങ്സ്റ്റൺ ഹ്യൂസിൻ്റെ കവിത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ കണ്ടിന്യൂ ടു ഡ്രീം. ഞാൻ സ്വപ്നം കാണുന്നത് തുടരുന്നു. നോക്കൂ, ഹിമശൈലിനി. അവൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലി അരികിൽ വെച്ചിട്ടുണ്ട്. രാത്രിയേറെയായിട്ടും അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സരസ്വതി, എന്താണിപ്പോൾ പറയാനുള്ളത്? ഞാൻ അവളുടെ ഉറങ്ങിയ വിരലുകളെ ഉണർത്തിയിരിക്കുന്നു. അവളുടെ മനസ്സിലേക്ക് അക്ഷരങ്ങളെ കോരിയൊഴിക്കുകയാണ്. അതങ്ങനെ അവിടെയും ഇവിടെയും ചേർത്ത് വിളക്കി ആകർഷകമാക്കാനുള്ള ഏകാഗ്രത അവളിലേക്ക് പകരുകയാണിപ്പോൾ. ഇതിഹാസങ്ങളിൽ നിന്നിറങ്ങി ഈ ഭൂമിയിൽ ഇപ്പോൾ ഒരു മനസ്സിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായത് മനുഷ്യരുടെ വിചാരശൂന്യത കൊണ്ടാണ്. നോക്കൂ, മറ്റൊരു പെൺകുട്ടി 8 വർഷമായി പൊരുതുകയാണ്. അവരെന്തു ചെയ്യുകയാണെന്ന് നോക്കൂ സരസ്വതി. അവർ നമ്മുടെ കുട്ടിയെ എങ്ങനെ നിശബ്ദയാക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അത് വാക്കുകളിൽ നിറഞ്ഞപ്പോൾ സരസ്വതി പതിയെ മറുപടി പറഞ്ഞു. ഒരു അക്ഷരക്കൂട്ടായ്മയിലുള്ള വാക്തർക്കത്തിനൊടുവിൽ ആദ്യം അവർ ചെയ്തത് കൂട്ടം കൂടി ആക്രമിക്കുകയായിരുന്നു. ബ്രീത്ത് മീ മൈ ലവ് എന്നൊക്കെ എഴുതി ഗ്രൂപ്പിലെത്തുന്ന സ്ത്രീകളെ മ്യൂസ് ചെയ്യുന്ന രീതിയൊന്നും നമ്മുടെ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അത് എഴുതുന്നത് സ്വന്തം മുഖം മറച്ച് പല പേരിൽ എഴുതുന്ന ഒരു അഭിനയ പ്രണയ ചക്രവർത്തി ആയിരുന്നെന്നും അവൾക്കറിയില്ലായിരുന്നു. സരസ്വതി എന്ന എന്നെ വിശ്വസിച്ചെഴുതിയ അവളെ ഞാൻ കൈവിട്ടില്ല. അവൾ എൻ്റെ കയ്യിൽ അന്നേ സുരക്ഷിതയായിരുന്നു. ഇൻവേഷൻ ഓഫ് പ്രൈവസി ക്രിമിനൽ ഒഫൻസ് രേഖകളിൽ മാത്രം. എന്തും ചെയ്യുന്ന അധികാരപ്രമദതയ്ക്ക് മുന്നിൽ സീതയ്ക്കോ പാഞ്ചാലകുമാരിക്കോ പോലും പിടിച്ചു നിൽക്കാനായില്ല. അതുകൊണ്ടല്ലേ നമ്മൾ 3 പേർ നമ്മുടെ കുട്ടിയെ ചേർത്തു പിടിച്ചത്? അതെ ഭദ്രേ, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ പണ്ട് തിളച്ചുകൊണ്ടിരുന്ന കടൽ ശാന്തമായിട്ടുണ്ട്. അക്ഷരങ്ങളോടുള്ള അമിതമായ ആരാധനയ്ക്കിടയിൽ മുഖം മൂടി ധരിച്ച് കാപട്യം കാണിക്കുന്നവരുണ്ടെന്ന് നമ്മുടെ കുട്ടി അറിഞ്ഞില്ല. ഗൗരി, അനീതി കാണുമ്പോൾ ബുദ്ധിപൂർവം പ്രതികരിക്കാനും അറിയില്ലായിരുന്നു. അതിന് വേണ്ടുവോളം അനുഭവിച്ചു. അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾക്ക് മനസ്സിലാക്കാനാകും. അതുകൊണ്ടല്ലേ വേറൊരു യുഗത്തിൽ നിന്ന് ഭൂമിയിലേക്കൊരു യാത്ര ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴവൾ മായ ആഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് വീണ്ടും വായിച്ചു. അതിനുശേഷം വീണ്ടും അവൾ ഹ്യൂസിൻ്റെ സ്വപ്നത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് ടു എ ഡ്രീം ഡെഫേർഡ്? ഡസ് ഇറ്റ് ഡ്രൈ അപ്പ് ലൈക്ക് എ റെസിൻ ഇൻ ദ സൺ ഓർ ഫെസ്റ്റർ ലൈക്ക് എ സോർ ആൻഡ് ദെൻ റൺ? ഡസ് ഇറ്റ് സ്റ്റിംഗ് ലൈക്ക് റോട്ടൺ മീൻ or crust and sugar over like a syrupy sweet? Maybe it just sags like a heavy load, or does it explode? ഒരു സ്വപ്നം പൊട്ടിത്തെറിച്ച് വിസ്ഫോടനമുണ്ടായിരിക്കുന്നു. നോക്കൂ ഹിമേ, നമ്മുടെ കുട്ടി ആ പൊട്ടിത്തെറിച്ച സ്വപ്നത്തിൻ്റെ തരികളെടുത്ത് വീണ്ടും എഴുതുകയാണ്. ഞാൻ അതൊന്ന് മിനുക്കി കൊടുക്കട്ടെ. അവൾ അതിനെ പുതിയൊരു ശില്പമാക്കും.
എനിക്കുറപ്പുണ്ട്. അതെ ദുർഗെ, ഇവിടെ നോക്കൂ, ഒളിയുദ്ധങ്ങളാണ്. ഭൂമിയുടെ ഭാരം ഇപ്പോൾ ദീർഘചതുരത്തിലുള്ള ഒരു സന്ദേശവാഹിനിയിലാണ്. അതിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണൂ. വാക്യുദ്ധങ്ങൾ, രാഷ്ട്രീയ യുദ്ധങ്ങൾ, മതയുദ്ധങ്ങൾ, ജാതിയുദ്ധങ്ങൾ. അശാന്തിയാണ് അവരിപ്പോൾ അതിലൂടെ കൂടുതലും സൃഷ്ടിക്കുന്നത്. ശബരി രുചിച്ച് സമർപ്പിച്ച നേദ്യപ്പഴം സന്തോഷത്തോടെ കഴിച്ചു രാമൻ. പരമപണ്ഡിതനായ ശങ്കരാചാര്യ ശിഷ്യനേക്കാൾ നായാടിയായ ചാത്തനെയാണ് നരസിംഹമൂർത്തി ആദ്യം അനുഗ്രഹിച്ചത്. പാമരനായ പൂന്താനത്തിനെയാണ് യാദവൻ അഭിമതനായി കണ്ടത്. നോക്കൂ, നമ്മൾ മനസ്സിലേക്കാണ് നോക്കുന്നത്. ഓരോ മനസ്സിലെയും ഓരോ വിചാരങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യർ എന്താണിങ്ങനെ എന്നൊരാദി ഉള്ളിലേക്ക് വരുന്നുണ്ട്. പ്രണയം അഭിനയിക്കുന്നവരെ നോക്കൂ. കുട്ടികളെ ലഹരി വലയിലാക്കുന്നവർ, ഫോണിലൂടെ വല നിർമ്മിക്കുന്നവർ. ഇതിനിടയിൽ നന്മയുടെ ശബ്ദം അവസാന പേജിലൊരു തീർത്തും ചെറിയ കോളമായി ചുരുങ്ങിപ്പോകുന്നു. നമ്മുടെ കുട്ടിയെ നോക്കൂ. ഒറ്റയ്ക്ക് പൊരുതുമ്പോഴും ഇടയ്ക്ക് അവളുടെ മനസ്സിലൊരു മഞ്ഞുമലയുണ്ടാകുന്നുണ്ട്. അതിൽ ഉറഞ്ഞു പോകാതെ അല്പം തീ ഞാൻ അവളുടെ ഉള്ളിലേക്ക് ജ്വലിപ്പിക്കുന്നുണ്ട്. അതെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവൾ എല്ലാം ഉപേക്ഷിച്ചു പോകാൻ പലവട്ടം ശ്രമിച്ചതാണ്. ഇതേപോലുള്ള ക്രൂര മനസ്സുകൾ എഴുത്തിടങ്ങളിലുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. എത്ര സ്ത്രീ മനസ്സുകളെ ഇതേപോലെ അവർ അല്പവിനോദത്തിനു വേണ്ടി വലയിലാക്കിയിട്ടുണ്ടാകും. അത് നമുക്കല്ലേ അറിയൂ. സ്ത്രീകളെ വാക്കുകൊണ്ട് റേപ്പ് ചെയ്ത് രസിക്കുന്ന മഷിപ്പാത്രങ്ങളുടെ കച്ചവടക്കാർ, പ്രണയമെഴുതി സ്ത്രീയെ വലയിലാക്കാൻ ശ്രമിക്കുന്ന അല്പവിനോദക്കാർ. നോക്കൂ, നമ്മുടെ കുട്ടി ഇങ്ങനെയുള്ള വലകളിൽ അത്ര പെട്ടെന്നൊന്നും വീഴാത്തവളാണ്. എന്നിട്ട് നോക്കൂ, ആ മന്ത്രജാലക്കാരൻ എത്ര വിദഗ്ധമായി മുഖം മൂടിയിട്ട് വലയിൽ കുടുക്കി. നോക്കൂ, പലരെയും ഇവർ ഇതേപോലെ വലയിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കൂടെ നിന്നതുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് അത് മനസ്സിലായി. എനിക്ക് അത്ഭുതം ഈ ഫെമിനിസ്റ്റുകളുടെ കാപട്യമാണ്. ചിലയിടങ്ങളിൽ അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാം. ചിലയിടങ്ങളിൽ അവർ പ്രതികളുടെ കൂടെ കൈകോർത്തു നടക്കുന്നു. നോക്കൂ, അമിത പക്ഷപാതിയും ചില പ്രത്യേക ആളുകൾക്ക് മാത്രം ചാൻസ് കൊടുക്കുന്നവനുമായ മാഗസിൻ എഡിറ്ററെ. അയാളുടെ ഒരു മകളുടെ ചിത്രം മോർഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടതാണ്. ആ എഡിറ്റർ കറുമ്പി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടി അനീതിക്കെതിരെ പൊരുതുന്ന യങ് ബ്ലഡ് ഗ്രൂപ്പിലെ ഒരാൾ ചെയ്തതാണ്. നമ്മുടെ കുട്ടിയെ നോക്കൂ. ശുദ്ധ ദുഷ്ടന്റെ 2 സഹോദരിമാരെ വേണമെങ്കിൽ വാക്കുകൊണ്ട് ആക്രമിക്കാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ മാന്യമായി മാത്രമാണ് പ്രതികരിച്ചത്. ഈ ലോകത്ത് നീതി ലഭിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ യുഗങ്ങളിലും ഇതേപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ദ്രൗപദിയെ ആക്രമിച്ചപ്പോൾ ശിരസ് കുനിഞ്ഞ് സഭയിലിരുന്നവരും നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. അഹല്യയെ കല്ലാക്കിയ താപസന്റെ സഹനത്തിൽ പരിമിതിയുണ്ടായി. താപസന്റെ ദൈവിക ഭാവം അയാളിൽ ചോർന്നുപോയി. പത്നിയെ ഉപേക്ഷിച്ച ബുദ്ധന് എത്ര ആരാധകരാണ്. കാശി രാജാവിൻ്റെ പുത്രി അംബയുണ്ടല്ലോ, അവൾ അഗ്നിയാണ്. സ്ത്രീകളായാൽ ഇങ്ങനെ വേണം. ശീലാവതി എന്തിനാണ് ഉഗ്രശ്രവസിനെ സഹിച്ചതെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് അവളോട് കരുണയും സഹാനുഭൂതിയുമുണ്ട്. നോക്കൂ, നമ്മുടെ കുട്ടിയും എത്ര സഹിക്കുന്നുണ്ട്. അതെ ഭദ്രേ, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ ജ്വലിക്കുന്ന അഗ്നിപർവ്വതത്തെ മഞ്ഞുമലയാക്കാൻ അവൾ അതികഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ഒരു വരി എഴുതാൻ ലോകത്തിലെ ഏറ്റവും പ്രബലമായ ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ അവൾക്കാകുന്നില്ല. വാക്കുകൊണ്ടുണ്ടാകുന്ന ആക്രമത്തിൽ നിന്ന് ഞാൻ അവളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ്. ആ മുഖം മൂടിയിടുന്ന ഇന്ദ്രജാലക്കാരൻ ഇപ്പോൾ പിറകിൽ നിന്നാണ് ആക്രമിക്കുന്നത്. മുന്നിൽ രക്ഷകനെ പോലെ അഭിനയിക്കുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അത് മനസ്സിലാകുന്നില്ല. അബദ്ധങ്ങൾ ഉണ്ടായതിൽ അയാൾക്കും മനോദുഃഖമുണ്ട്. പ്രതിച്ഛായ ഒരു വശത്ത്, മനസാക്ഷി മറ്റൊരു വശത്ത്. രണ്ടിനുമിടയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. നമ്മുടെ കുട്ടി എത്രയോ പ്രാവശ്യം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവർ പിന്നാലെ ചെന്ന് വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചു. അപ്പോൾ ഉള്ള ധൈര്യം മുഴുവൻ ചേർത്ത് ദയ ഝാൻസി റാണിയായി മാറുകയായിരുന്നു. സത്യത്തിൽ അയാൾ ഒരു പാവമായിരുന്നു. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന അവസ്ഥയാണിപ്പോൾ. അതെ സരസ്വതി, അത് ശരിയാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നമ്മുടെ കുട്ടിയാണ്.
അതുകൊണ്ട് ദോഷം അയാൾക്കുമുണ്ടായി. ഓരോ പ്രാവശ്യം അതിര് കടക്കുമ്പോഴും നമ്മൾക്ക് ഇടപെടേണ്ടതായി വന്നു. ഓർമ്മയുണ്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുട്ടിയൊഴുക്കിയ കണ്ണീർ? അന്ന് സഹായം ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ടത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കുട്ടി ഒന്നും ആവശ്യപ്പെട്ടില്ല. എഴുതി മനസ്സിലെ വിഷമതകൾ മാറ്റാമെന്നേ കരുതിയുള്ളൂ. തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ ശുദ്ധ ദുഷ്ടൻ ഈ പ്രാവശ്യം പിന്നിൽ നിന്ന് കുറെ കൂടുതൽ ദ്രോഹം ചെയ്തത്. നമ്മുടെ കുട്ടിയുടെ സുഹൃത്തുക്കൾക്കിടയിൽ പോയി അവളെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചു. അതൊരു തെറ്റിദ്ധാരണ മൂലമാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാൾ ചെയ്ത പല നല്ല കാര്യങ്ങളും ഓർത്ത് ആദ്യം നമ്മൾ കുറേ ക്ഷമിച്ചു. നമ്മുടെ കുട്ടിയും സംഘർഷത്തെ ലഘൂകരിക്കാൻ ആവുന്നതും ശ്രമിച്ചു. പക്ഷേ അതിക്രമിച്ചു കടന്നത് അവരായതുകൊണ്ടും പല വിധത്തിൽ ആക്രമിച്ചത് അവരായതുകൊണ്ടും സ്വന്തം അഭിമാനം രക്ഷിക്കാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുന്ന നമ്മുടെ കുട്ടിയോട് ഇറങ്ങിപ്പോക് എന്ന് കൂലിപ്പട്ടാളത്തെ കൊണ്ടും പിന്നെ വാക്കുകൾ കൊണ്ട് നീചമായ ബോഡി ഷേമിങ്ങും ചെയ്തപ്പോഴാണ് ഇതിനൊരതിരിടേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഒരാൾ ഇതേപോലെ പ്രവർത്തിക്കുന്നതെന്ന് ആദ്യം എനിക്കും സംശയമുണ്ടായി. ആരും അറിയാതെ പിന്നിൽ നിന്ന് കുറേയേറെ സഹായം ചെയ്തിട്ടും സ്വന്തം പ്രതിച്ഛായ പോയ രോക്ഷം ഇടയ്ക്കിടെ മനസ്സിൽ നീറ്റലുണ്ടാക്കിയിരിക്കാം. റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്നവരുടെ നാട്ടിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതൊക്കെ അവർക്കൊരു തമാശയായിരിക്കാം. ഇത്രമാത്രം ഭീകരമാണ് ഒളിയുദ്ധങ്ങളെന്ന് നമ്മുടെ കുട്ടിക്ക് തീർത്തും അറിയുമായിരുന്നില്ല എന്നതും ഒരു സത്യമാണ്. മനുഷ്യ മനസ്സിലെ ക്രൂരതയെ നേരിടാൻ ഒറ്റയ്ക്കാവില്ല എന്നറിഞ്ഞതിനാലാണ് ആ കുട്ടി നിത്യവും നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഹിമേ, ഇപ്രാവശ്യം നമ്മൾ ഇടപെടുന്നത് കണ്ട് അവൾ കരഞ്ഞുപോയി. സത്യത്തിൽ അയാൾ ഇങ്ങനെയൊന്ന് ചെയ്യുമെന്ന് പാവം അവൾ കരുതിയില്ല. ഇവിടെയുള്ള നിയമം നോക്കൂ. 8 വർഷമായി ഒരു പെൺകുട്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നു. പ്രതികാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ മനുഷ്യർ പഠിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യർ അസുര ചിന്തയണിയുമ്പോഴാണ് നമ്മൾക്ക് ഇടപെടേണ്ടി വരുന്നത്. യുദ്ധത്തെക്കാൾ സമാധാനമാണ് മനോഹരമെന്ന് ശാന്ത സമുദ്രത്തിലെ ഉദയസൂര്യൻ്റെ ജനസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നത് കണ്ട് ലോകം പഠിക്കേണ്ടതാണ്. ഹിരോഹിത ചക്രവർത്തി പണ്ട് മഹാലോക യുദ്ധം നിർമ്മിക്കാൻ കൂട്ടുനിന്നു. അശ്വത്ഥാത്മാവിൻ്റെ ചൂടാരത്നം നഷ്ടമായ പോലെ തീഗോളങ്ങൾ ശിരസിലേറ്റി. നോക്കൂ സരസ്വതി, നമ്മുടെ കുട്ടി ഡയറിയിൽ ഇപ്പോൾ എന്താണ് എഴുതുന്നത്? She in dark found light, brighter than many ever see. She within herself found loveliness, though the soul's own mastery. And now the world receives from her dower the message of the strength of inner power. ഹെലൻ കെല്ലറെ കുറിച്ച് ലാങ്സ്റ്റൺ ഹ്യൂസ് വീണ്ടും വരികളിലൂടെ മനസ്സിലുള്ള പ്രകാശത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് എഴുതിയ വരികളാണ്. ദയ ഇപ്പോൾ ആദ്യ പേജ് തുറന്ന് പേന കൊണ്ട് അടിവരയിട്ട് ചില വാക്കുകൾ വീണ്ടും വായിക്കുന്നു. രാത്രി ഏറെയായിരിക്കുന്നു. അടഞ്ഞു പോകുന്ന കണ്ണുകൾ വീണ്ടും ഉണർവിലേക്ക് കൊണ്ടുവരാൻ പ്രയാസപ്പെട്ട് ഡയറിയിലേക്ക് തലചായ്ച്ച് അവൾ ഉറങ്ങുന്നു. ലക്ഷ്മി അവളുടെ കവിളിൽ ഒന്ന് തൊട്ടു. ഗൗരി അവളുടെ ശിരസിൽ തലോടി. സരസ്വതി പതിയെ അവൾ അടിവരയിട്ട വാക്കുകൾ വായിച്ചു. ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ എടുത്ത് അവയെ ഒരു വെങ്കലപാത്രമാക്കുന്നു. വൃത്താകൃതിയിലുള്ള ജലധാരയും അതിൻ്റെ മധ്യത്തിൽ മനോഹരമായ ഒരു പ്രതിമയും തകർന്ന ഹൃദയമുള്ള ഒരു ഗാനവും. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങളത് മനസ്സിലായി എന്ന് പറയും, ചിലപ്പോൾ ഇല്ലെന്നും. 2 വിധമായാലും അതൊരു പ്രശ്നമേ അല്ല. ഞാൻ സ്വപ്നം കാണുന്നത് തുടരുന്നു.